ഹലോ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 2 മാസത്തോളമായി വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് ചെയ്ത വീഡിയോക്കകത്ത് നമ്മൾ ബഹ്റൈൻ പാലത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വിഷ്വലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 1-2 സുഹൃത്തുക്കളൂടെ ഉണ്ട്. നമ്മളത് ഈ കാണുന്ന ഒരു പഴയ പിക്കപ്പിലാണ് പോകുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടാ നമ്മളെ കൊണ്ടുപോകാനായിട്ട് അവിടെ വണ്ടിയൊക്കെ റെഡി ആവുന്നുണ്ട് രാവിലെ. ഹലോ സുരേഷ് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. പുള്ളി മലപ്പുറത്താണ്. മലപ്പുറത്ത് എവിടെയാണ് ഏട്ടാ? മഞ്ചേരി. മലപ്പുറം മഞ്ചേരി. അപ്പോൾ നമ്മുടെ ഈ പിക്കപ്പിലാണ് പോകുന്നത്. ഇപ്പോൾ എൻജിൻ പണിയൊക്കെ ചെയ്തേ ഉള്ളൂ വണ്ടി. പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ബഹ്റൈനിലോട്ട് പോകാൻ പോവുകയാണ്. ബഹ്റൈനിലോട്ടല്ല, ബഹ്റൈൻ പാലം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏവർക്കും ലൈഫ് ഡേ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ? ഓക്കെ. നമ്മുടെ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്ന പുള്ളിയാണ്. ഹായ് ഷെഫീഖ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇദ്ദേഹമുണ്ട്, ഇനി ഒരാളും കൂടി ഉണ്ട്. സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ഒരു അനിയൻ പയ്യനും കൂടിയുണ്ട്. അവനെന്തേ വരുന്നു. ഇവിടെ നമ്മളൊരു അനിയൻ പയ്യൻ കയറുന്നുണ്ട്. നമസ്കാരം. പേരെന്താണ്? ഷാദി. നമ്മൾ 4 പേരും കൂടിയാണ് ബഹ്റൈൻ പാലത്തിലോട്ട് പോകുന്നത്. സമയം ഇന്ന് ഫ്രൈഡേ ആണ്. സമയം എത്രയായി? 5:25. 5:25 നല്ലൊരു നേരം എടുത്തുള്ളി. സുരേഷ് ഏട്ടൻ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ കൊണ്ടെത്തിച്ചു. പെട്രോൾ അടിക്കാനുള്ള എവിടെയാണോ? പെട്രോൾ അല്ല, ഡീസലാണ്. ഡീസൽ അടിച്ചാ? നമ്മള് പെട്രോൾ പമ്പ് വിലക്ക് വാങ്ങിച്ചില്ലല്ലേ? അതല്ലേ പണ്ടൊക്കെ ഇതിന് 10 റിയാലിന് അടിച്ച അരട്ടയൊക്കെ എത്തിയിരുന്നു. ഇപ്പൊ 25 റിയാലിന് അടിച്ചിട്ടൊക്കെ അപ്പോഴല്ല ഞാൻ വരുമ്പോഴൊക്കെ കാര്യമാണ്. ഞാൻ 35 വയസ്സ്. ഒറ്റടിക്ക് ഒരു 1.66. അപ്പം ഞങ്ങൾ വീണ്ടും മറ്റൊരു സുഹൃത്തിനെയും കൂടെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി വരും. രാവിലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുഖമാണോ? കയ്യില് ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പുതിയ ബ്രേസ്ലെറ്റ് ഒക്കെ പോവാ. മറ്റേതില്ലടാ, RCC റോഡിലേക്ക് കട്ടിങ് ഇല്ലല്ലോ. മേലക്ക് പാലം കയറും ഇല്ല. അതിനാ പാലത്തിനോട് ഇറങ്ങണം, പാലത്തിന്റെ അടിയിൽ ഇറങ്ങണം, പിന്നെ അവിടെ പോയിട്ട് ഇറങ്ങണം. ആ ലോക്കലിൽ നിങ്ങൾക്ക് ഇറങ്ങില്ല. പിന്നെ വേണം നമ്മൾ ഇങ്ങോട്ട് വരിക. ഏതായാലും റോഡുള്ള വഴി കൂടെ അല്ലേ പോകും? റോഡുള്ള വഴി കൂടെയാണ് പോവുക. ഏതൊക്കെ വഴി കൂടെ തർക്കിച്ചു പോയാലും എന്താ ഒരു ഹൈവേയിൽ കയറി എന്തായാലും. സൗദി അറേബ്യയിൽ സൂര്യോദയം കണ്ടോളിങ് സുഹൃത്തുക്കളെ. ഓണാക്കാൻ പറയത്തില്ല. നമ്മളെ ഷെഫീഖ് എന്തോ പറഞ്ഞു, പക്ഷെ ക്യാമറ ഓൺ ആക്കിയപ്പം പിന്നെ പറയുന്നില്ല. ഹൈവേ കയറിയിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ്റെ അഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രേസ്ലെറ്റ് എത്ര രൂപയായി? ബ്രേസ്ലെറ്റ് 350 അല്ല, അത് 5 റിയാലോ 10 റിയാലോ?
ആ വെള്ളിയല്ലേ? അല്ല അല്ല മോനല്ലേ വെള്ളി വേണോ സിൽവർ വാങ്ങണോ? അതിനെല്ലാം അങ്ങോട്ട് പോയത് സിൽവറല്ലേ? അവൻ ആ പിന്നെ അപ്പോ ജബ്സിലറിനാര് 5 റിയാലിനാ കിട്ടിയത്. അനക്കില് കിട്ടില്ല എന്നോട്. അന്ന് എന്നോട് 10 റിയാലിന്റെ വാച്ച് എന്ന് പറഞ്ഞാൽ ആരെയും പറയും അപ്പൊ ഇത് കേട്ടേക്ക് തിരിച്ച് കിട്ടിയാലോ. 10 റിയാലിന്റെ വാച്ചിന് അല്ലേ 10 റിയാലിന്റെ വാച്ചാണ്. അങ്ങനെ നമ്മള് ഹൈവേ അവിടെ റൈറ്റ് ഈ റൈറ്റിലല്ലേ ഇതിലെടുത്ത് നമ്മൾ അപ്പോൾ അവിടെ ഒരു ടോളുണ്ട്. ആ ടോള് കൊടുക്കണം. 25 റിയാലോ മറ്റുമാണ് അതിൻ്റെ ടോള്. നമ്മൾ ആ ഹൈവേ നമ്മൾ ആ ഹൈവേ ജസർ അല്ലേ? വെള്ളിയാഴ്ച കൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല. ഇതാണ് ആ റോഡ്. ഇവിടെ കാണുന്ന ഈ റോഡാണ് ബഹ്റൈൻ പാലത്തിലോട്ട് പോകുന്ന റോഡ്. റോഡിലോട്ടാണ് ഇങ്ങനെ കറങ്ങി പോകുന്നത്. ഇവിടെ ഒരു ടോളുണ്ട്. ആ ടോളിൽ 25 റിയാൽ പേയ്മെന്റ് ചെയ്തിട്ട് വേണം നമുക്ക് പാർക്കിലോട്ട് കിടക്കാൻ. നല്ല വിഷ്വലായിട്ട് കയറുന്നുണ്ട്. ടോൾ കൊടുത്തിട്ട് കാണിക്കാം. വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എനിക്കറിയത്തില്ല. നമ്മളെ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ പേയ്മെന്റ് ചെയ്തു. 25 റിയാൽ. 25 അല്ല 35 റിയാൽ. ഇതിന് 35 35 റിയാല് പേയ്മെന്റ് ചെയ്ത സുഹൃത്തുക്കളെ. ഞാൻ കാറിൽ പോയപ്പോ 25 രണ്ടട്ട പോയ ഞാൻ അന്ന് ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കാറിലാ പോയത്. ഇവിടെയൊക്കെ മുമ്പ് കടലായിരുന്നു. കടലൊക്കെ ഇപ്പം നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. അപ്പം നമ്മൾ കടലിൻ്റെ ബീച്ചിലോട്ട് കയറി. ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല സ്റ്റോപ്പിംഗ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ജസർ എത്താറായി. ഇതേപോലത്തെ ഹൈറ്റുള്ള വാങ്ങണം. നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മൾ എവിടെ എത്തി? ജസർ എന്ന് പറയുന്നിടത്തെത്തി. നമുക്ക് ഇവിടം വരെ വരാനുള്ള അലോടേ ഉള്ളൂ. നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വന്നത് ഈ ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ്. കടലിലെ മുകളിലത്തെ ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല. അപ്പോൾ ഇവർ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കൊള്ളാമല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പാറയാണെന്ന് പറയാൻ പറ്റത്തില്ല. സുരേഷ് ഏട്ടാ, കടൽ ഇഷ്ടപ്പെട്ടാ? ഓ ലാമപ്പ കടലിൽ പോയാനെ. ഇങ്ങോട്ട് മാറിയില്ലേ? കടലിലെത്തൂല്ലേ? ഗ്രില്ലൊക്കെ ഇട്ട് അടിച്ചു ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ വന്നത് ആ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ വന്നത്. കടലിൻ്റെ മേലിലുള്ള ആ ബ്രിഡ്ജിലൂടെയാണ് ഇങ്ങനെ വന്നത്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബഹ്റൈനാണ്. അപ്പോൾ അതേ ഇവിടെ നോ സ്വിമ്മിങ്, നോ ഫിഷിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മീൻ പിടിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നും കൊണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് ആദ്യം എല്ലാവരും കൂടെ വീഡിയോയിലൊന്നും നോക്കാം. എല്ലാവരും കൂടെ വീഡിയോയിൽ ഒന്നുകൂടെ ഒരു ഹായ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ സെറ്റല്ലേ? സെറ്റ്. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നത്. ഇത് വീഡിയോ. ഓക്കെ. അപ്പോൾ ലൈഫ് ഡെസ് ചാനലിൻ്റെ പുതിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കൺ അമർത്തുക. കമന്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ബെല്ലൈക്കൺ അമർത്തുക. ടച്ച് ചെയ്യുക. ശരി, ഓക്കെ സുഹൃത്തുക്കളെ, ഇഷ്ടപ്പെട്ടാ? ആയി വാടി പൊളിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു സുഹൃത്തുക്കളെ. ഫോട്ടോ പൊളിച്ചല്ലേ? ഷെഫീഖൊക്കെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫോട്ടോ പൊളിച്ചു എന്നാണ് അവർ പറയുന്നത്. നല്ല ചൂടുണ്ട് സുഹൃത്തുക്കളെ. ഇതേ ഇവിടെ ഒരാൾ കർച്ചീഫൊക്കെ എഴുതി മുഖമൊക്കെ തുടങ്ങുന്നു. എന്താ ഗ്രഹണി പിടിച്ചേ അവിടെ വെള്ളം അങ്ങനെ തെറിച്ച് അതിനുള്ളിലൂടെ അങ്ങനെ പോയിക്കോളൂ. അങ്ങോട്ട് വെള്ളം വരുന്നുണ്ട്. നിങ്ങൾ അതിനുള്ളിലൂടെ പോയിക്കോളൂ. ഞങ്ങൾ വീഡിയോ നടക്കുന്ന വീഡിയോ എടുക്കണം. റിയാസ് ഒരു നടക്കുന്ന വീഡിയോ. റിയാസിന് നടക്കണ വീഡിയോ എടുക്കാൻ. സൺഗ്ലാസ് ഒക്കെ വെച്ചു. റിയാസ് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. കൊള്ളാം, നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എന്നാലും കാണാൻ പറ്റും. ലൈറ്റ് ഓക്കെ, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമ്മുടെ സുരേഷ് ഏട്ടൻ സാധാ ഗ്ലാസ്, പവർ ഗ്ലാസ് അല്ലേ? പവർ ഗ്ലാസ് ആണ്, സൺഗ്ലാസ് അല്ല. ഞാനും ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല. നല്ല ചൂടുണ്ട് സുഹൃത്തുക്കളെ, നല്ല ചൂട്. ഇവിടെ വെള്ളം സ്പ്രേ ചെയ്യുന്നു. അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നു. കൊള്ളാം, നല്ല രസമുണ്ട് എന്തായാലും. പക്ഷെ ചൂടുണ്ടെങ്കിൽ ആ ചൂട് നമ്മൾ ഇവിടെ അറിയുന്നില്ല കട. എനിക്ക് തോന്നുന്നു ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. വീഡിയോ എടുക്കാണ് റിയാസിന്റെ. നടനാണ് ഇവാര് ഷാരൂഖ് ഖാനാ. അവൻ നാട്ടിൽ പോയിരിക്കും. നാട്ടിലല്ല, ഇപ്പൊ ഇവിടെയാണ്. ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് സ്ലോവിലാക്കി അടിപൊളിയാവും. അത് എഡിറ്റ് ചെയ്യാൻ വീണ്ടും എടുക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ വീഡിയോ. ഇവിടെ ഭയങ്കര ഷൂട്ടിങ് നടക്കുകയാണ്. ഇതിപ്പോ ഋതിക് റോഷൻ ആയിട്ടുണ്ട്. അതല്ല, കട്ടപ്പന ഋതിക് റോഷൻ. നമ്മളെ തന്നെ എപ്പോഴും എടുക്കണ്ട. ഷെഫീഖ് പറഞ്ഞിട്ടില്ല നമ്മളെ തന്നെ എപ്പോ എടുക്കേണ്ടത്. ഇതൊക്കെ തന്നെ അല്ലേ ഈ വൈബേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ബഹ്റൈനിൽ പോവുകയാണെങ്കിൽ സുഹൃത്തുക്കളെ കുറച്ചുകൂടെയൊക്കെ വൈബ് കിട്ടും. നല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ കണക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ച് നേരം രാവിലെയോ വൈകിട്ടൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു എൻജോയ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക്. ഹായ്, സുരേഷ് ഏട്ടനാണ് വ്ളോഗ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അല്ല പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തറാവെ കാണിച്ചു. ഷെഫീഖിനെ കാണിച്ചു. ക്യാമറ ഓൺ ആക്കിയപ്പോ ഇന്നലെ ഇങ്ങോട്ട് പോരാനായിട്ട് മുടിയൊക്കെ വെട്ടി വന്നതാണ്. നല്ല സുന്ദരനായി വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ കൊള്ളാമോ? ഓ, കൊള്ളാം. അങ്ങനെ സജുബായിന്റെ ക്യാമറമേ ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരികയാണ് ഇപ്പൊ ഇവിടുന്ന്. അവിടെ പിടിച്ചോന്ന് പറഞ്ഞു സുരേഷ് ചേട്ടാ. ആകെ കുടുങ്ങിക്കണ്. ഇപ്പൊ ഞാന് ആകെ കുടുങ്ങിക്കണ്. എന്താ ചെയ്യേണ്ടെന്ന് അറിയാതിരിക്കാണ്. എന്തായാലും എന്റെ ബാക്കത്തെ കടൽ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, അയ്യോ എന്താ സ്റ്റൈല്, നീലക്കളം. നമ്മളാരും പിടിക്കില്ല ഈ ക്യാമറയിൽ നമ്മളാരും പിടിക്കില്ല. അയ്യോ, നീ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് പറ സുഹൃത്തുക്കളെ. സജുഭായ് ഇതോ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ, സജുഭായി അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നോടിരിക്കണു. അതാ ഇവിടെ ഷെഫീഖ് സുരേട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഷൂട്ടിങ് നടക്കുക വീഡിയോയുടെ. റീൽസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരാൾ കഷ്ടപ്പെടുന്നു. ഇവിടെ അവർ അഭിനയിച്ച് തകർക്കണം. നമ്മുടെ സുരേഷ് ഏട്ടനും ഷെഫീഖും അഭിനയിച്ച് തകർക്കണം. ഫുള്ളും ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചൂട്. അവർക്ക് ഞാൻ ചെയ്തില്ല. ഹലോ ഗെയ്സ്, സജുവേട്ടനെ വീഡിയോ എടുക്കാണ്. ഞങ്ങളൊരു നടനാക്കാനുള്ള തീരുമാനത്തിലാണ്.
നല്ലൊരു നടനാണ്. എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യാമറാമാൻ സാദിയാണ് നമ്മളെ കൂടെ ഉള്ളത്. സാദി ഫ്രം പെരിന്തൽമണ്ണ. അത് കണ്ടു പഠിക്കാൻ ഇവിടെ വേറൊരു നടനും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട്. അടുത്ത നടൻ എവിടെയാണുള്ളത്? ഞങ്ങളെ കാല് മാത്രമാണോ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇതിലെ നടന്നാൽ ബഹ്റൈൻക്കെത്താം. ഇതിലൂടെ എങ്ങനെ പോയാൽ ബഹ്റൈൻ എന്ന രാജ്യത്തേക്ക്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ അപ്പോൾ കുറേ ഫോട്ടോ ഷൂട്ട് ചെയ്ത് കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവർ രണ്ടുപേരും മുമ്പേ നടക്കുന്നു, അവർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, ഞാനും ഇവരോടൊപ്പം. ഹലോ ഗൈസ്, ഓക്കെ ഇഷ്ടമല്ലേ? സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. എന്നാലുള്ള അടുത്ത വീഡിയോ ഇടാൻ ഞങ്ങൾക്കും തന്നെ ഒരു പ്രോത്സാഹനം ഉണ്ടാവും. ഓക്കെ, വെള്ളം മേടിക്കാനായിട്ട് ഈ ഷോപ്പിൽ കയറി. നല്ല ചൂടും വെള്ളം ദാഹമുണ്ട്. ബീറോ വല്ല മേടിക്കും. തെറ്റിദ്ധരിക്കരുത്, ആൽക്കഹോളില്ലാത്ത ബീറാണ്. ഒന്നുകൂടെ എടുത്തോ. ഇതിനകത്ത് കയറിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ. ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ചെറിയ സൂപ്പർ മാർക്കറ്റ് അല്ല, വലുത് തന്നെ അല്ലേ? ചെറുത് മീഡിയം സ്നാക്സും ജ്യൂസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കിട്ടുന്ന ഒരു ചെറിയൊരു. ഇതിന് മുമ്പിൽ നല്ല വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മൾ വണ്ടി ആ ഭാഗത്ത് കിടപ്പുണ്ട്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവരെല്ലാം വണ്ടിയിൽ കയറാൻ പോവുകയാണ്. സുരേഷൊക്കെ എന്തായി വണ്ടി എടുക്കുന്നു. ഒന്ന് ഡോറ് തുറന്നോളൂ. യാസേ സുഖമാണോ? ജസറൊക്കെ കണ്ടോ? കുറേ ഷൂട്ട് ചെയ്തല്ലേ, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. നല്ല ചൂട് കണ്ടോ? കുറച്ച് കുടിച്ചിട്ടാ തണുപ്പാണ് മനുഷ്യ. കുറച്ച് കഴിക്കും. അവിടെ നിന്ന് വരാല്ലേ? ഇപ്പോൾ പാർക്ക് ചെയ്തതിന് നമ്മൾ പൈസ കൊടുത്തല്ലേ? എത്രയായി? 11,000. എത്ര മണിക്കൂർ? 1 മണിക്കൂറും 10 മിനിറ്റ്. 1 മണിക്കൂർ 11 റിയാൽ. 11 റിയാലാ? 11 റിയാലാ ഷഫീക്ക്? 11,50. അത് ബില്ല് പേ ചെയ്തതിൻ്റെ പേപ്പർ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ആകും. ഇത് സ്കാനിങ് ആയില്ലേ? ആ QR കോഡ് കാണിച്ചുകൂടാ അതിൻ്റെ? ആ, ഇത്രയും ടൈം എടുക്കില്ലല്ലോ. സെക്യൂരിറ്റി സിസ്റ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹലോ, മർഹബ. എന്താ പറഞ്ഞു? ഇത് ഓപ്പൺ ആവണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പേ ചെയ്ത ബില്ല് ഇവിടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. പക്ഷേ ഇവിടെ എന്തോ സിസ്റ്റം എറർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതായത് അത് ഓപ്പണായി, സ്കാനിങ് ആയി, ഓപ്പണായി. അങ്ങനെ നമ്മളത് പോകുന്നു. ഇങ്ങനെ നമ്മൾ കടൽ കണ്ടു സുഹൃത്തുക്കളെ. കടലിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജും കണ്ടു അല്ലേ? കടലിൻ്റെ പുറത്തൂടെ കാക്കയൊക്കെ പറന്നു പോകുന്നുണ്ട്. കടലും ഫ്ലാറ്റുകളും ചേർന്ന് ഇടവഴുകി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞു, കടലിൻ്റെ സംഭവം കഴിഞ്ഞു. കടലിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് നമ്മൾ. കടലിനോട് ചേർന്നാണ് ഈ ഫ്ലാറ്റുകളെല്ലാം വരുന്നത്. ഈ റോഡ് നേരെ എവിടെ പോകും? റിയാദാ? നമുക്ക് അവിടെ കട്ട് ചെയ്യാം. നമുക്ക് റിയാദിൽ പോണ്ട. റിയാദിൽ പോണോ? റിയാദിൽ പോവണ്ട. നിനക്ക് ബ്രേസ്ലെറ്റ് ഉണ്ട്. നമ്മളെ ലെഫ്റ്റ് പോയാൽ ഖത്തർ പോയി. നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ്, ഇപ്പൊ വാങ്ങിയതാണ്.
എത്ര 36 ചില്ലറ ഗ്രാം അല്ലേ? സംതിങ്. ഒരു 370 റിയാൽ കൊടുത്തു. സുരേഷ് ഏട്ടാ വിശപ്പുണ്ടോ? വിശക്കുന്നുണ്ടോ ചോദിച്ചാൽ വിശക്കുന്നുണ്ട്. ആ, വിശപ്പില്ലേന്ന് ചോദിച്ചാൽ വിശക്കുന്നുണ്ട്. ഏതർത്ഥത്തിൽ ചോദിച്ചാലും വിശപ്പുണ്ട്. ഫോട്ടോ നല്ല ക്ലിയർ ഇല്ല. സജുവിന്റെ ഫോട്ടോ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഞങ്ങൾ അടിപൊളിയായിട്ട് എടുത്തോളൂ. ആ അതെ, ഞങ്ങളൊക്കെ പാലത്തിന്മേൽ തല പിടിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ വരും. അപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എവിടെയാണോ ഇത്? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ഹോട്ടലിൽ വന്നു, ഫുഡ് കഴിക്കാനായിട്ട് വന്നു. സുരേഷ് ഏട്ടൻ ഇവിടെ വന്നു, ഷെഫീഖ് വന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക. സുരേഷ് ഏട്ടൻ എന്താ കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? ഒരു പൊറോട്ടയും ഒരു പൊറോട്ടയും ഒരു സെറ്റ് പൊറോട്ടയും ബീഫ്. ഓക്കെ. റിയാസ് എല്ലാം ഇവിടെ ഇഷ്ടമാണ്. റിയാസ് എന്താ കഴിക്കുന്നത്? ചപ്പാത്തി. ഷെഫീഖ് ഇടിയപ്പം. ഞാനും ഇടിയപ്പം കഴിക്കാം. അവസാനം ഒരു പൊറോട്ട കഴിക്കാം. അതെ. ഒരു പൊറോട്ട അല്ലേ? ആ, അപ്പോൾ ഭക്ഷണമൊക്കെ ഒന്ന് നല്ല അടിച്ച സുരേഷ് ഏട്ടൻ പൊറോട്ടയും ബീഫും. റിയാസ് എന്താ പറഞ്ഞത്? വെള്ളപ്പം. സലോശ. ഇയാളും ഞാനും ഇടിയപ്പമാണ്. ഇടിയപ്പവും ബീഫും. അപ്പോൾ കഴിച്ചിട്ട് വരാം. എനിക്ക് ചായ കുടിക്കുന്നുണ്ടോ? ചായ ഉള്ളോ? സൂപ്പർ ചായ. നമ്മൾ കുടിച്ചിട്ട് പറയാം. സുരേഷ് ഏട്ടാ ചായ ഉള്ളോ? ഓ സൂപ്പർ ചായ. ഇനി റിയാസിൻ്റെ അഭിപ്രായം. റിയാസ് ചായ കുടിക്കുന്നതിന് മുമ്പ് കൊള്ളാമെന്ന് പറയുന്നത്. കുടിച്ചാ? ഓക്കെ. നിങ്ങൾക്ക് ചായ വേണ്ടല്ലോ അല്ലേ? ചായ വേണോ? ഞാൻ ചായക്ക് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ വണ്ടിയിൽ വന്ന് കയറി. എല്ലാവരും ഉണ്ട്. നമ്മുടെ സുരേഷ് ഏട്ടൻ, പിന്നെ ഷെഫീഖ്, റിയാസ്, നമ്മളെല്ലാവരും കൂടി അപ്പോൾ വേറെ പാലമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ. ബൈ പറ. റിയാസേ ബൈ പറ.